ജനാധിപത്യത്തിന്റെ ശബ്ദം ഒരിക്കലും നിശബ്ദമാകില്ല. ഇന്ന് ജന്തർ മന്ദറിൽ ഉയരുന്നത് വെറും മുദ്രാവാക്യങ്ങളല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ പൗരന്റെയും പ്രതീക്ഷകളാണ്. ഒരു നാടിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ യുവാക്കളാണ്. യുവത്വത്തിന്റെ ഊർജവും ഭരണഘടനയുടെ മൂല്യങ്ങളിലുള്ള വിശ്വാസവും ഉത്തരവാദിത്തമുള്ള പൗരബോധവുമാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ ശക്തി. ലോകരാജ്യങ്ങളിൽ ഏറെ കെട്ടുറപ്പുള്ള ഭരണഘടന ഇന്ത്യ രാജ്യത്തിന് സമർപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ ഒരിക്കൽ പറയുകയുണ്ടായി, ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് നല്ലതാവില്ല. അങ്ങനെ ഒന്നാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്നത്. ശബ്ദമുയർത്തുന്നവന്റെ ശബ്ദം തെരുവിൽ അടിച്ചമർത്തപ്പെടാം എന്നാണെങ്കിൽ ഭരണകൂടത്തോട് ഒരു മുന്നറിയിപ്പ്. സ്വാതന്ത്ര്യ സമര സമയത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിന്റെ മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന സ്വതന്ത്ര സമര സേനാനികളുടെ പിൻതലമുറക്കാരാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ തെരുവിൽ ശബ്ദമുയർത്തുന്നത്. ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുന്നിൽ തലകുനിച്ചിട്ടില്ല, പിന്നെയല്ലേ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ മുന്നിൽ. സിരകളിൽ ആവേശം തുളുമ്പുന്നതും വികാര നിർഭരവുമായ എത്രയെത്ര മുഹൂർത്തങ്ങൾക്കാണ് ഇന്ന് ജന്തർ മന്ദർ സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കമെന്ന് ആക്രോശിക്കുന്ന പോലീസ്, മറുവശത്ത് ജുനൈദ് ഭായിയെ പോലെ ഹൃദയമുള്ള ഒരു പറ്റം മനുഷ്യർ. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഐക്യദാർഢ്യവുമായി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പോലും രക്ഷയില്ലാത്ത ഈ കാലഘട്ടത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളും നിങ്ങൾ ഉയർത്തിയ ചെറുത്തുനിൽപ്പുകളും വെറുതെ ആവില്ല. അനേകാര്യങ്ങൾക്കൊപ്പം ജന്തർ മന്ദറിൽ പോരാടുന്ന യുവ പോരാളികൾക്ക് എന്റെയും ഐക്യദാർഢ്യം.